ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു നെയ്ച്ചോറും ചിക്കൻ മുളകിട്ടതും ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് ഒരു കുക്കറിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് 2 ഗ്രാമ്പൂവും 2 കഷ്ണം പട്ടയും 4 ഏലക്കായയും ഒരു സവാള അരിഞ്ഞതും ചേർത്ത് ഒന്ന് വഴറ്റുക. ശേഷം നമ്മൾ എടുത്തിരിക്കുന്ന അരിയുടെ ഇരട്ടി വെള്ളമൊഴിച്ച് 2 ഗ്ലാസ് അരിയാണെങ്കിൽ 4 ഗ്ലാസ് വെള്ളമൊഴിച്ച് ഒരു ക്യാരറ്റ് അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിളപ്പിക്കുക. ശേഷം അതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന അരിയും കൂടെ ചേർത്ത് ഒരു വിസിലടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. വിസിൽ വന്നതിന് ശേഷം കുക്കർ മാറ്റി വെച്ച് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് കാഷ്യൂവും കിസ്മിസും വറുത്തെടുക്കുക. അതിലേക്ക് തന്നെ ഒരു സവാള, 1-2 സവാള നിങ്ങൾക്ക് ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് അത്ര സവാളയും കൂടെ ചേർത്ത് നന്നായിട്ട് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതേ നമ്മുടെ കുക്കറിലെ വിസിലൊക്കെ കളഞ്ഞു. നമ്മുടെ ചോറ് ഇതേ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ചോറ് പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഒരു ചെറുനാരങ്ങ മുറിച്ചിടാം കേട്ടോ. സത്യത്തിൽ ഞാനും അത് മറന്നുപോയി, എന്നാൽ ചോറ് ഒട്ടിപ്പിടിക്കത്തില്ല. ഇതേ നമ്മുടെ ഉള്ളി നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, നമ്മുടെ നെയ്ച്ചോറ് റെഡിയായി. ഇനി നമുക്ക് അതിലേക്കുള്ള ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിന് സവാള പെട്ടെന്ന് വാടാൻ വേണ്ടി ഉപ്പും ചേർത്ത് അടച്ച് വയ്ക്കുക. ശേഷം അതിലേക്ക് തക്കാളി കൂടി ചേർത്ത് അടച്ച് വെച്ച് നന്നായി വഴന്നതിന് ശേഷം ഒരു കിഴങ്ങും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും എരിവിനാവശ്യമുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് കാണാൻ ഭംഗിക്ക് വേണ്ടി കുറച്ച് കാശ്മീരി മുളക് പൊടിയും 1 സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും പിന്നെ 2 പട്ടയും ഗ്രാമ്പും 2 ഏലക്കായും ഒക്കെ കറിയിൽ ചേർക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും കറി. എന്നിട്ട് അതിലേക്ക് ചിക്കനും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കുക. ഇത് കണ്ടില്ലേ, നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നല്ല കറിയാണ്. ഇത് കണ്ടില്ലേ, നമ്മുടെ ചിക്കൻ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. റെഡി ആകുമ്പോൾ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് നമുക്കിത് വാങ്ങി വെക്കാം കേട്ടോ. ഞാനിപ്പോൾ മല്ലിയിലയൊന്നും ചേർത്തിട്ടില്ല, കറിവേപ്പില മാത്രമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതേ നമ്മുടെ നെയ്ച്ചോറും ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു. കൂടാതെ അതിലേക്ക് നല്ല തൈര് സലാഡും തേങ്ങാ ചമ്മന്തിയും ഒക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. എന്നെ സപ്പോർട്ട് ചെയ്യണം, പ്രാർത്ഥിക്കണം. നമ്മുടെ നെയ്ച്ചോറും ചിക്കൻ കറിയും അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.